My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 193 എപ്പിസോഡിൽ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ പർട്ടിക്കുലേഴ്സിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ പ്രായാധികമായിട്ട് ബന്ധപ്പെട്ട വെർട്ടിഗോയിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് മെഡിസിൻ സെലക്ഷനെ കുറിച്ചുള്ള കെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഇപ്പോൾ ഒരു ലക്ഷണത്തെക്കുറിച്ച് കെൻറ്റ് പറയുന്നു, മലശോധനയിലുള്ള പ്രയാസം, സോഫ്റ്റ് സ്റ്റൂളിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇങ്ങനെ ഇതേ ലക്ഷണമുള്ള പല മരുന്നുകളുണ്ട്. ഇതിൽ നിന്നും അലൂമിനയെ സവിശേഷമാക്കുന്നത് എന്താണ്? അതാണ് ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ ഓഫ് എ റെമഡി ആൻഡ് എ പേഷ്യൻറ്റ്. ഇത് ഹോമിയോപ്പതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. നിങ്ങളൊക്കെ അറിയാവുന്ന കാര്യം, പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രായോഗികമായിട്ട് അതെങ്ങനെ നടപ്പിൽ വരുത്താം എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ്, കൃത്യമായിട്ടുള്ളൊരു ഔഷധം ആ രോഗിയുടെ തനത് സവിശേഷതകളനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടോട്ടാലിറ്റി അനുസരിച്ച് ഒരു ഔഷധം നിർണ്ണയിക്കാനും അത് കൊടുക്കാനും ഉള്ള പ്രയാസം, അത് ഡോക്ടറെ മാത്രം പ്രശ്നമല്ല, രോഗികളുടെ പ്രശ്നവും സാഹചര്യത്തിൻ്റെ പ്രശ്നവും പല ഘടകങ്ങളതിലുണ്ട്. എങ്കിലും ഒന്നാമത്തെ പ്രശ്നം ഒരു ഔഷധം കണ്ടെത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്തുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇതിനെ പരിഹരിക്കാനുള്ള വളരെ മനോഹരമായിട്ടുള്ള മാർഗങ്ങൾ കെൻറ്റ് ഉടനീളം പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ ഞാനത് എടുത്ത് പറയാറുമുണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഔഷധം അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ, ലെറ്റ് ദ മെഡിസിൻ ടോക്ക് അബൌട്ട് ഇറ്റ് സെൽഫ്. മരുന്നുകൾ സംസാരിക്കും. മരുന്നുകൾ എങ്ങനെ സംസാരിക്കുന്നത്? പ്രൂവേഴ്സ് എന്ന ഡിസ്ക്രിപ്ഷനിലൂടെ മാസ്റ്റേഴ്സ് വളരെ ഡെഡിക്കേറ്റഡായിട്ട് അത് രേഖപ്പെടുത്തി വെച്ച് ക്രോഡീകരിച്ച് വെച്ച ആ മെറ്റീരിയ മെഡിക്കയിലൂടെ മരുന്ന് സംസാരിക്കും. പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സും മറ്റുമൊക്കെ സംസാരിക്കുന്നതും ഔഷധത്തിൻ്റെ സംസാരവും തമ്മിൽ ചേരണം. ആ ഒരു ലിങ്കായിട്ടാണ് വാസ്തവത്തിലൊരു ഹോമിയോപ്പാത്തിൻ്റെ റോൾ. എത്ര ഭംഗിയായിട്ട് ആ ലിങ്കിങ് നടത്താൻ പറ്റുന്നോ അത്രയും ഭംഗിയായിട്ട് ഹീലിംഗ് നടത്തും. കെൻറ്റ് വളരെ വളരെ മനോഹരമായിട്ട്, ഞാനത് 88 മറ്റോ വായിച്ച സമയത്ത് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു നീലമഷി പേന കൊണ്ട് ഞാൻ അടിവരയിട്ടൊരു ഭാഗം ഇപ്പോഴും അവിടെ കിടക്കുന്നുള്ളത്. ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രത്തെക്കുറിച്ച് ഉറച്ച ചില ബോധ്യങ്ങൾ തന്നത് എൻ്റെ അനുഭവത്തിലൂടെ, മറ്റു പലരുടെ അനുഭവങ്ങൾ നിരീക്ഷിച്ചതിലൂടെ എനിക്ക് കൺവിൻസ് ചെയ്യപ്പെട്ട, ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങൾ കെൻറ്റിൽ ഉടനീളം കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് എ നമ്പർ ഓഫ് അതർ റെമഡീസ് ഹാവ് ദിസ് ട്രെയിനിങ് ടു പാസ് എ സോഫ്റ്റ് സ്റ്റൂൾ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു മൃദുവായ ഒരു മലം. നമ്മൾ വിചാരിക്കും മലം മൃദുവാണെങ്കിൽ എളുപ്പമത് പോകുമല്ലോ, പക്ഷേ അതിനെ പുറന്തള്ളാൻ വേണ്ടി ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പ്രയാസമുള്ള നിരവധി ഔഷധങ്ങളുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് ദേ ഹാവ് ദെയർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷെ അവയ്ക്ക് അവയുടേതായിട്ടുള്ള തനിമകളുണ്ട്. അലൂമിനയുടെ തനിമയായിരിക്കണമെന്നില്ല മറ്റൊരു ഔഷധത്തിൻ്റെ തനിമ. ഒരു 10 ഔഷധങ്ങൾ, 10 അതിൽ കൂടുതൽ കാണാം, ഉണ്ടെങ്കിൽ ഓരോന്നും അതിൻ്റെ തനിമയുണ്ട്. ആ തനിമ മനസ്സിലാക്കുക. ആ തനിമയെക്കുറിച്ചുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ രോഗിയുടെ അനുഭവം, രോഗിയുടെ പ്രയാസത്തിൻ്റെ തനിമയോട് ചേർന്ന് വരിക, അങ്ങനെ കൊടുക്കുക. അല്ലാതെ എന്തെങ്കിലും കൊടുക്കുക. എത്രയോ ഔഷധങ്ങൾ പനിയുണ്ട്, ആ പനിയുടെ തനിമ മനസ്സിലാക്കാതെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ രോഗി സൂപ്പെടുകയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആവർത്തിച്ച് കൊടുത്ത് ചിലപ്പോൾ സപ്രസ് ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്, അതിൻ്റെ തനിമ കണ്ട് പ്രയോഗിക്കണം. ടേക്ക് ഫോർ എക്സാമ്പിൾ ആൻ ഇൻഡിവിജ്വൽ ഹു കനോട്ട് കീപ്പ് അവെയ്ക്ക്. ഒരാൾക്ക് ഉണർന്നിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, അയാൾക്ക് ഉറങ്ങിപ്പോവുകയാണ്, എത്ര നേരം മുഴുവൻ ഉറങ്ങാം. She says that it is impossible for her to read a line without going to sleep. ഉറക്കം വരാതെ, ഉറക്കത്തിലേക്ക് വഴുതി വീഴാതെ ഒരു വാചകം പോലും വായിക്കാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു പേഷ്യൻ്റ്.
ദാറ്റ് ഷീ ക്യാൻ സ്ലീപ്പ് ഓൾ ദ ടൈം. വേണമെങ്കിൽ 24 മണിക്കൂറും കിടന്ന് ഉറങ്ങാം, അതിൽ പ്രയാസമൊന്നുമില്ല. ഷീ സഫേഴ്സ് നൈറ്റ് ആൻഡ് ഡേ ഫ്രം എ ഡ്രൈ മൗത്ത്. ആ സ്ത്രീക്ക്, ആ പേഷ്യൻറ്റിന് രാവും പകലും വരണ്ട വായ വരണ്ടു പോയതിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ട് കാണും. ആൻഡ് ദ ടങ് ക്ലീവ്സ് ടു ദ റൂഫ് ഓഫ് ദ മൗത്ത്. വായുടെ മേൽഭാഗത്ത് നാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. നൗ ലെറ്റ് ഹെർ ഡിസ്ക്രൈബ് ദി സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിങ്. ഇനി ആ സ്ത്രീ ഈ മലം ശോധന നടത്താൻ വേണ്ടിയുള്ള സ്ട്രെയിനിങ്ങിനെ കുറിച്ച് ആ സ്ത്രീ പറയട്ടെ. ആൻഡ് സ്ട്രഗ്ലിംഗ് ടു എക്സ്പെൽ എ സോഫ്റ്റ് സ്റ്റൂൾ. ആ സ്ത്രീക്കും സോഫ്റ്റ് സ്റ്റൂളാണ്. ആൻഡ് യു ഹാർഡ്ലി നീഡ് ടു ഗോ എനി ഫർദർ ബിഫോർ നോ ദ റെമഡി. നിങ്ങൾക്ക് ആ സ്ത്രീയുടെ ഔഷധം കണ്ടെത്താൻ ഇനി അധികം മുന്നോട്ട് പോകണ്ട. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഇനി അധികം മുന്നോട്ട് പോകണ്ട. If that patient, in addition to what she has said, tell you that she is in a habit of fainting when standing any length of time, that she is disturbed in a closed room and has all sort of complaints in the cold air, it is next mostata. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കുറച്ചു നേരം ഇങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫെയിൻറ്റ് ചെയ്യാതെ, തളർന്നു പോകാതെ ആ സ്ത്രീക്ക് ഉണർവോടെ തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഹാബിറ്റുണ്ട്. ഒരു അടച്ച മുറിയിൽ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. തണുത്ത വായുവിൽ എല്ലാത്തരം പ്രശ്നങ്ങളും വരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായി കഴിഞ്ഞു. പറഞ്ഞു വന്നത് സോഫ്റ്റ് സ്റ്റൂൾ എക്സ്പെൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? വായ വരേണ്ടത്, ഒരു വാചകം വായിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, ഉണർവോടെ ഇരിക്കാൻ പറ്റുന്നില്ല, നാവ് തൊണ്ടയുടെ വായുടെ മേൽഭാഗത്ത് ഒട്ടിപ്പിടിച്ചു പോകുന്നു, തണുത്ത വായിൽ പ്രശ്നങ്ങളുണ്ട്, ഫെയിൻറ്റ് ചെയ്ത് പോകുന്നു, കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ ഫെയിൻറ്റ് ചെയ്ത് പോകുന്നു, അടച്ചു വെച്ച മുറിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വരുമ്പോഴേക്കും ഈ കൂടുതൽ പറയേണ്ട, അത് നക്സമോസ്റ്റാറ്റയാണ്. അപ്പോൾ സോഫ്റ്റ് സ്റ്റൂൾ എക്സ്പെൽ ചെയ്യാൻ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് അലൂമിന കൊടുത്തിട്ട് ആ പേഷ്യൻ്റ് കാര്യമുണ്ടോ? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ടോട്ടാലിറ്റി, ആ പേഷ്യൻറ്റിൻ്റെ തനിമ, അലൂമിനിയല്ല ആവശ്യപ്പെടുന്നത്, നക്സമോസ്റ്റാറ്റയാണ്. ഇതേപോലെ മറ്റൊരു ടോട്ടാലിറ്റി, മറ്റൊരു തനിമയുള്ളവർ മറ്റൊരു ഔഷധമായിരിക്കും ആവശ്യപ്പെടുന്നത്. ഈ വളരെ മനോഹരമായ വാചകമാണ് പറയുന്നത്. Now you see how easy it is for remedies to talk. ഔഷധങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഔഷധങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നിങ്ങൾ കാണുക. They tell their own story. അവയുടെ കഥ പറയുന്നു. ഞാൻ ഈ പുസ്തകം കയ്യിലെടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബെലഡോണ ആണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഓർഗനിൽ കണ്ട ബെലഡോണയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പുസ്തകവും ക്ലർക്കിൻ്റെ ഡിക്ഷണറിയൊക്കെ ഞാൻ എടുത്തത്. ക്ലർക്കിൻ്റെ ഡിക്ഷണറി ഞാൻ ആദ്യം വായിച്ചത്, പിന്നീടാണ് ഈ പുസ്തകം എൻ്റെ കൈ കിട്ടുന്നത്, എറണാകുളം പബ്ലിക് ലൈബ്രറി റഫറൻസ് സെക്ഷനിൽ നിന്നും. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു വികാരം, ഞാൻ സെക്കൻഡ് ഇയർ BSc ഫിസിക്സ് സ്റ്റുഡൻ്റാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, മലയാളം ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും പഠിക്കുന്നുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ കണ്ടത് ഇതൊരു കഥയാണല്ലോ, കഥ പറയുന്ന പോലെയാണല്ലോ. കഥയെന്ന് വെച്ചാൽ വെറുതെ ഭാവനാത്മക കഥയല്ല, ആത്മകഥ എന്ന് പറയില്ലേ, സ്വന്തം സ്റ്റോറി. ദാറ്റ് റെമഡി ഈസ് ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി, ബെൽഡോണ ഈസ് ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി ത്രൂ കെൻറ്റ്. എനിക്കങ്ങനെ തോന്നിയത്. ആ കാര്യം പറയുന്നത്, നിങ്ങൾ ഒരു ഔഷധം, റെമഡീസ്, അവരുടെ സ്വന്തം കഥ പറയുന്നത് എത്രയും എളുപ്പമാണ്. കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് അങ്ങനെയാണ്. ഔഷധങ്ങൾ ഈ കെൻ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫസറിലൂടെ, വിക്ടോറിയ മെഡിക്കൽ പ്രൊഫസറിലൂടെ അവയുടെ ആത്മകഥ, അവരുടെ ഓട്ടോബയോഗ്രഫി പറയുന്നതാണ്. ആ തരത്തിലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആ കഥയാണിത്. നക്സമോസ്റ്റാറ്റയുടെ കഥ മനസ്സിലാക്കിയാൽ ഒരു പേഷ്യൻ്റ് അയാളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാം. അലൂമിനയുടെ കഥ മനസ്സിലാക്കിയാൽ അലൂമിന പേഷ്യൻ്റ് അയാളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യാം. അത് നക്സമോസ്റ്റാറ്റയുടെ അനുഭവമായിരിക്കണമെന്നില്ല. അതാണ് ഈ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓരോ ഔഷധത്തിനും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഓരോ പേഷ്യൻറ്റിനും അതിൻ്റെതായ ഇൻഡിവിജ്വലായിട്ടുണ്ട്. ഓരോ വ്യക്തിയാണ്. അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്യുക എന്ന് പറയുന്നൊരു മാച്ച് മേക്കറുടെ ഒരു റോളാണ് ഹോമിയോപ്പതിക് ഫിസിഷ്യന് അല്ലെങ്കിൽ പ്രാക്ടീഷണർക്കുള്ളത്. സപ്പോസ് എ വുമൺ ഷുഡ് കം ടു യു ഹു ഹാസ് ബീൻ സഫറിങ് ഫ്രം ഹെമറേജ്. ഇനി ഹെമറേജ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ നിങ്ങളത് വരികയാണ്. ഫ്രം പ്രൊലോങ്ഡ് ഊസിങ്, നീണ്ടു നിൽക്കുന്ന, ഇങ്ങനെ കുറേശ്ശെയായിട്ട് രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. വിസ് പാലിഡ്, ആ
ആകെ പെയിലായി ആൻഡ് വീക്ക്, ക്ഷീണിതയായി, ആൻഡ് ഈസ് ഡിസ്റ്റൻഡ് വിത്ത് ഫ്ലാറ്റുലൻസ്, വായു വന്ന് കെട്ടി ആകെ ചെണ്ട പോലെ വീർത്തിരിക്കുകയാണ്. വിത്ത് മച്ച് ബ്ലീഡിങ് ആൻഡ് പാസിംഗ് ഓഫ് ഗ്യാസ്, ബ്ലീഡിംഗ് ഉണ്ട്, വായു പോകുന്നുണ്ട്, മേൽവായുവോ കീഴ്വായുവോ ഒക്കെ ആകാം. ആൻഡ് ദ മോർ ഷീ പാസസ് ദ വേഴ്സ് ഷീ ഫീൽസ്, എത്ര വായു പോകുന്നു അത്രയും മോശമാകുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ വായു പോകുമ്പോഴേക്കും ആശ്വാസം കിട്ടുകയും ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, വേഴ്സാകുകയാണ് ചെയ്യുന്നത്. അതൊരു തനിമയാണ്. ആൻഡ് ഷീ ഹാസ് ദീസ് സെയിം സിംറ്റംസ് ഓഫ് സ്ട്രെയിനിങ് എ ലോങ് ടൈം ടു പാസ് എ സോഫ്റ്റ് സ്റ്റൂൾ. ആ സ്ത്രീക്ക് ഒരു മൃദുവായ ഒരു മലത്തിന്റെ ഒരു ശകലം കളയാൻ, പുറന്തള്ളാൻ ദീർഘനേരം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ട്രമൻഡസ് എഫേർട്ട് വിത്ത് ഇനാക്ടിവിറ്റി ഓഫ് ദ റെക്ടം, റെക്ടത്തിന് ഇനാക്ടിവിറ്റി കൊണ്ട് ട്രമൻഡസ് ട്രമൻഡസ് എന്ന വാക്കിന്റെ അർത്ഥം അപാരമായ, വല്ലാത്ത, അതിഭയാനകമായ പ്രയത്നം വേണ്ടിവരും ഈ റെക്ടത്തിന് ഇനാക്ടിവിറ്റിയെ മറികടന്ന് കുറച്ച് സോഫ്റ്റ് സ്റ്റൂളിനെ പുറന്തള്ളാൻ. യു കുഡ് ഡു നത്തിങ് ബട്ട് ടു ഗിവ് ഹെർ ചൈന. ആ സ്ത്രീക്ക് ചൈന കൊടുക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. കണ്ടോ, അലൂമിനിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, സോഫ്റ്റ് സ്റ്റൂളിന്റെ കാര്യം. മറ്റൊരു കേസിൽ നമ്മൾ നക്സ്മൊസാറ്റ കണ്ടു. ഈ ഒരു കേസിൽ ചൈന കൊടുക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. കാരണം അലൂമിനയ്ക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു ടോട്ടാലിറ്റി ഉണ്ട്, ഒരു തനിമയുണ്ട്. നക്സ്മൊസാറ്റയ്ക്ക് അതിൻ്റെ തനിമയുണ്ട്, ചൈനക്ക് അതിൻ്റെ തനിമയുണ്ട്. മൂന്നിലും സോഫ്റ്റ് സ്റ്റൂൾ എക്സ്പെൽ ചെയ്യാനുള്ള പ്രയാസമുണ്ട്. പരാജയത്തിലേക്ക് പോകാതെ വിജയകരമായിട്ടൊരു ഔഷധം കൊടുക്കണമെങ്കിൽ ഔഷധത്തിൻ്റെ തനിമ മനസ്സിലാക്കണം, ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കണം, അതിൻ്റെ ടോട്ടാലിറ്റി മനസ്സിലാക്കണം. അതിന് ആ ഔഷധം പറയുന്ന അതിൻ്റെതായ കഥ നിങ്ങൾ കേട്ടിരിക്കണം. ഈ പുസ്തകം ഓരോ ഔഷധവും അതിൻ്റെ കഥ പറയുന്നൊരു പുസ്തകമാണത്. നിങ്ങളിതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഫോളോ ചെയ്യുകയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. പരാജയം ഒരിക്കലും ഉണ്ടാകുകയില്ല. ബൈ അലോയിങ് റെമഡീസ് ടു ടോക്ക് ആൻഡ് ടെൽ ദെയർ ഓൺ സ്റ്റോറി, ഇൻഡിവിജ്വലൈസേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ്. ഔഷധങ്ങളെ അതിൻ്റെ കഥ പറയാൻ അനുവദിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഹോമിയോപ്പത്തിക് പ്രിസ്ക്രിപ്ഷനിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം ദാറ്റ് ഹാസ് ബീൻ അക്കംപ്ലിഷ്. അത് നടന്നു കഴിഞ്ഞു. പിന്നെ അത് കൂട്ടി ആ മരുന്ന് ശരിയായ രീതിയിൽ, ശരിയായ പൊട്ടൻസി, ശരിയായ ഡോസേജിൽ കൊടുക്കേണ്ടുന്ന ടാസ്ക് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ടാസ്ക് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്. ഡോക്ടർ ജൻബാബു ദീർഘകാലം എനിക്ക് പരിചയമുണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഈ പറയുന്ന അക്കംപ്ലിഷ്ഡ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം അനുഭവങ്ങളിലൂടെ ഞാൻ കേട്ടതുകൊണ്ട്, ഞങ്ങൾ പരിചയപ്പെട്ട ശേഷം നിരവധി കേസുകൾ ഞാൻ കണ്ടതുകൊണ്ട് ദ ടാസ്ക് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ടൂൾ ഈ പുസ്തകമായിരുന്നു. I have said all that to show that it is not upon the inactivity of the rectum that you are to decide upon the remedy. ഞാനത് പറഞ്ഞിട്ടുണ്ട്. രക്തത്തിൻ്റെ ഇനാക്ടിവിറ്റി അല്ല നിങ്ങൾ ഒരു ഔഷധം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ നിങ്ങൾ ആശ്രയിക്കേണ്ടത്. രക്തത്തിൻ്റെ ഇനാക്ടിവിറ്റി നിരവധി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ പറയുന്നതിനെ കുറിച്ച് എനിക്കത് ആദ്യം വായിച്ചപ്പോഴേക്കും മനസ്സിലായില്ല. പിന്നീട് ഹോമിയോപ്പാത്തി സുഹൃത്തുക്കൾ പലരും സ്റ്റുഡൻസായി, പിന്നീട് അവർ പ്രാക്ടീഷണേഴ്സായി, അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇനാക്ടിവിറ്റി ഓഫ് റക്ടം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ ഈ ഒരു അലൂമിന കൊടുക്കുന്നൊരു പ്രവണത കുറേ പേരിലുണ്ട്. കണ്ണും പൂട്ടി അലൂമിന മാത്രമല്ല, അങ്ങനെ കൊടുക്കുന്ന വേറെയും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട്. ഇനാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്നാൽ അലൂമിന കൊടുത്തേക്കാം, പനി എന്ന് പറഞ്ഞാൽ മറ്റേ കൊടുത്തേക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പനിയാണോ അക്കൗണ്ടിറ്റം കൊടുക്കുന്നതാണോ നല്ലത്, കൊണ്ടം കൊടുത്ത് നോക്ക്, ഇതിനൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത് ഹോമിയോപ്പതിക്കല്ല. ഇൻഡിവിജ്വലൈസേഷൻ മസ്റ്റ് ബി മെയ്ഡ് ത്രൂ ദ പേഷ്യൻറ്റ്. രോഗിയിലൂടെ ഇൻഡിവിജ്വലൈസേഷൻ ചെയ്യണം, മസ്റ്റ് ബി, ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് നെവർ ബി വയലേറ്റഡ്. ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തൊരു തത്വമാണത്. എന്താണ്? രോഗിയിലൂടെ ഇൻഡിവിജ്വലൈസേഷൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒരു തത്വമാണ്. യു മേ ഹാവ് 20 റെമഡീസ് ഓൾ പൊസസിങ് എ സർട്ടൺ സിംറ്റം, ബട്ട് ഇഫ് യു ഹാവ് എ ഫ്യൂ real decided things that you can say about the patient, the manner in which he does business, the manner in which the disease affect the entire man, then you have something to individualize by. ഒരു certain symptom, ഒരു രോഗി പറഞ്ഞു വരുന്ന ഒരു ലക്ഷണം, ഒരു പ്രശ്നം പറഞ്ഞായിരിക്കും
രോഗി നിങ്ങളുടെ അടുത്ത് വരുന്നത്. ആ സിംറ്റം പ്രൊസസ് ചെയ്യുന്ന, ആ സിംറ്റം ഉൾക്കൊള്ളുന്ന ഒരു 20 മരുന്നുകളെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ ബട്ട് ഇഫ് യു ഹാവ് റിയൽ ഡിസൈഡഡ് തിങ്സ് ദാറ്റ് യു ക്യാൻ സെറ്റ് അപ്പ് ദ പേഷ്യന്റ്, ആ രോഗിയെക്കുറിച്ച് പറയാവുന്ന വാസ്തവമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? അയാൾ ഒരു കാര്യം, അയാൾ ബിസിനസ് വെച്ചാൽ വ്യാപാരമൊന്നുമല്ല, അയാൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതി, ആ മനുഷ്യ എൻറ്റയർമാൻ, ആ മനുഷ്യനെ, ആ പേഷ്യന്റ് മൊത്തത്തിൽ ആ രോഗാവസ്ഥ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ രീതി, ദ മാനർ ഇൻ വിച്ച് ദ ഡിസീസ് അഫക്ട്സ് ദ എൻറ്റയർ മാൻ, എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു. ദെൻ യു ഹാവ് സംതിങ് ടു ഇൻഡിവിജ്വലൈസ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ രോഗിയെ ഇൻഡിവിജ്വലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടി. സംതിങ്ങേ ആയിട്ടുള്ളൂ, പൂർണ്ണമാകുന്നില്ല. യു ഹാവ് സീൻ ദ അലൂമിന പേഷ്യൻറ്റ്, നിങ്ങൾ അലൂമിന പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞു. ദ ചൈന പേഷ്യൻറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ദ നെക്സ്റ്റ് മൊസ്റ്റാറ്റ പേഷ്യൻറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മൂന്ന് തരം ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ ഇവർക്കെല്ലാം പൊതുവായുള്ളത് ഒരു സോഫ്റ്റ് സ്റ്റൂളിനെ എക്സ്പെൽ ചെയ്യാൻ പ്രയാസം, വല്ലാതെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു. ദ സോൾ ഡ്യൂട്ടി ഓഫ് ദ ഫിസിഷ്യൻ ഈസ് ടു ട്രീറ്റ് ദ സിക്ക്. ഒന്നാമത്തെ ആഫ്രിസിൽ സാമുൽ ഹനിമാൻ പറയുന്ന വാചകം കെന്റ് ഇവിടെ ആവർത്തിക്കുകയാണ്. ദ സോൾ ഡ്യൂട്ടി ഓഫ് ദ ഫിസിഷ്യൻ ഈസ് ടു ട്രീറ്റ് ദ സിക്ക്, വിച്ച് മീൻസ്, എന്താ അതിൻ്റെ അർത്ഥം? ടു സ്റ്റഡി ദ പേഷ്യൻറ്റ് ഹിംസെൽഫ്. അതും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അണ്ടർലൈൻ ചെയ്തതാണ്. ടു സ്റ്റഡി ദ പേഷ്യൻറ്റ് ഹിംസെൽഫ്, ആ രോഗിയെ പഠിക്കുക. അണ്ടിൽ ആൻ ഐഡിയ ഓഫ് ദ സിക്നസ് ഈസ് ഒബ്ടൈൻഡ്, ആ സിക്നസിൻ്റെ, ആ രോഗാവസ്ഥയെക്കുറിച്ചൊരു രൂപം, ഒരു ആശയം നിങ്ങൾക്ക് കിട്ടുന്നവരെ ആ പേഷ്യൻ്റ് നിങ്ങൾ പഠിക്കുക. അതല്ലേ ഹോമിയോപ്പതി പ്രാക്ടീസിൻ്റെ ആകത്തുകയല്ലേ ഈ ഏതാനും വാചകങ്ങൾക്ക് എൻ്റെ പറയുന്നത്. ഹോമിയോപ്പതിയെക്കുറിച്ച് ആരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഉലയാത്ത, മാറാത്ത, ഉറച്ച ബോധ്യങ്ങൾ തന്ന ചില വരികളാണത്. അന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല, ഹോമിയോപ്പതിയെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ആ ഒരിക്കലും അചഞ്ചലമായ ചില ബോധ്യങ്ങൾ ഈ വരികളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എൻ്റെ തുറന്നു പറയുകയാണ്, ദിസ് മെഡിസിൻ ഈസ് ഫുൾ ഓഫ് വെർട്ടിഗോ, തലകറക്കം. ഈ ക്യുവേഴ്സ്, ഇങ്ങനെ വിറയുന്ന, ഉലയുന്ന തരത്തിൽ വിറയ്ക്കുന്നതാണ് ഈ ക്യുവറിങ്. റീൽസ്, ഇങ്ങനെ വട്ടം കറങ്ങുന്നു. ആൻഡ് ഒബ്ജക്ട്സ് ഗോ അറൗണ്ട്, വസ്തുക്കൾ ഇങ്ങനെ തനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നു. അത് കൊട്ടിയിരിക്കുക, കൊട്ടിയിരിക്കുക. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്ലി, അയാൾ സ്ഥിരമായിട്ട് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ വെർട്ടിഗോ ഓഫ് ടയർഡ് ഔട്ട് പീപ്പിൾ. ആകെ ക്ഷീണിതരായ വ്യക്തികളുടെ തലകറക്കത്തിനോട് ഈ അലൂമിനിയുടെ തലകറക്കം കറസ്പോണ്ട് ചെയ്യുന്നു. ഓൾഡ് ബ്രോക്കൺ ഡൗൺ പേഷ്യൻസ്, നിരവധി രോഗങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മൂലം ആകെ തകർന്നു പോയ രോഗികൾ. ഇവിടെ മെന്നെന്ന് പറയുന്ന പുരുഷന്മാർ തന്നെ ആണെന്നില്ല, സ്ത്രീകളുമാകാം. ആ ഒരു സന്ദർഭം ഞാൻ നോക്കിയിട്ടൊരു മാൻകൈൻഡ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ മെന്നെന്ന് കെന്റ് ഉപയോഗിച്ചിരുന്നു എനിക്ക് തോന്നുന്നു. സ്ത്രീകളും ആകാം, പുരുഷന്മാർ മാത്രമാകണമെന്നില്ല. വെർട്ടിഗോ ഓൾസോ ദാറ്റ് കംസ് ഓൺ വെൻ ക്ലോസിംഗ് ദ ഐസ്, കണ്ണടക്കുമ്പോൾ വരുന്ന തലകറക്കം. ആസ് ഇറ്റ് ഫൗണ്ട് ഇൻ സ്പൈനൽ അഫക്ഷൻസ്. ഇവിടെ അതിൻ്റെ സവിശേഷത ഈ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട, സുഷുമ്നാനാഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോട് ചേർന്ന് വരുന്ന ഈ വെർട്ടിഗോ. ഈ ഔഷധത്തിൽ അലൂമിനിയം ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ഈ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നട്ടലല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ സുഷുമ്നാനാഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇൻ സ്ക്ലറോസിസ് ഓഫ് പൊസ്റ്റീരിയർ ലാറ്ററൽ കോളംസ്, നട്ടലിൻ്റെ ആ ഒരു ഘടനയെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾക്കറിയാം അത് പൊസ്റ്റീരിയർ ലാറ്ററൽ കോളം എന്താണെന്നുള്ളത്. എനിക്കത് വിശദമായിട്ട് അറിഞ്ഞുകൂടാ. അത് കട്ടിയാകൽ, സ്ക്ലറോസിസ് എന്ന് വെച്ചാൽ കട്ടിയാകൽ, അതുണ്ടാകുന്ന വെർട്ടിഗോ, അതിൽ നിന്ന് വരുന്ന വെർട്ടിഗോ. അലൂമിനിയം ഹാസ് പ്രൊഡ്യൂസ്ഡ് അഫക്ഷൻസ് അനലോഗസ് ടു ലോക്കോമോട്ടോർ അറ്റാക്സിയ. ലോക്കോമോട്ടോർ അറ്റാക്സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതുമായിട്ട് ചേർന്ന് വരുന്ന പ്രശ്നങ്ങൾ അലൂമിന പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് നമ്പനസ് ഓഫ് ദ സോൾസ് ഓഫ് ദ ഫീറ്റ്. കാൽപാദങ്ങളുടെ നമ്പനസ്, മരവിച്ചുപോലെ. ദ fulgurating pains, the vertigo when closing the eyes, and produces staggering and disturbance of coordination. പരസ്പരം അവയവങ്ങളെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാകുന്ന, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രയാസങ്ങൾ, തലകറക്കങ്ങൾ, വേദനകൾ, മരവിപ്പുകൾ. It is true that in an early stage of locomotor ataxia, alumina will check the disease process by bringing into order the internal state of the economy. ഈ നടക്കാൻ പ്രയാസം,
ലോക്കോമോട്ടർ അറ്റാക്സി നിങ്ങൾക്കറിയാം എന്നുള്ളത്, നടക്കാൻ പ്രയാസം, ഈ കാലും തലയും ഒക്കെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രയാസം കൊണ്ട് ബാലൻസ് കിട്ടാത്ത പ്രശ്നങ്ങളിൽ ആ ഒരു രോഗാവസ്ഥയുടെ പുരോഗതിയെ തടയുന്നു. അതിന് ആ വ്യക്തിയുടെ വൈറ്റാലിറ്റിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു പ്രശ്നത്തിന് കാരണമാകുന്ന വൈറ്റാലിറ്റി ക്രമരാഹിത്യങ്ങൾ ഈ അലൂമിനിയം തടയുന്നു. വിത്ത് അലൂമിനിയം മെറ്റാലിക്കം I have stopped fulgurating pains in old incurable cases. പഴകിയ ഇൻക്യൂറബിൾ എന്ന് പറയുന്ന കേസിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ ഫൾഗ്രേറ്റിംഗ് പെയിൻസ്, തുളച്ചു കയറുന്ന തരം വേദനകളെ തടയാൻ അലൂമിനിയം മെറ്റാലിക്കം കൊണ്ട് സാധിച്ചിരുന്നുള്ള സ്വന്തം അനുഭവം കെൻഡി ഇവിടെ പങ്കുവെക്കുകയാണ്. അതിനോട് ചേർന്ന് വരുന്ന ആൻഡ് ഇംപ്രൂവ്ഡ് ദ റിഫ്ലക്സസ് വണ്ടർഫുള്ളി. അയാളുടെ റിഫ്ലക്സസ്, ആ ബിനംബായിപ്പോയ അയാളുടെ റിഫ്ലക്സസ് വളരെ അത്ഭുതകരമായ രീതിയിൽ റീഎസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു. ദസ് ഷോവിങ് ദ ജനറൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ പേഷ്യൻറ്റ്. അതുവഴി ആ രോഗിക്ക് മൊത്തത്തിലൊരു ഭേദമുണ്ടായി. മോസ്റ്റ് ഓഫ് ദ സിംറ്റംസ് ആർ അഗ്രവേറ്റഡ് ഇൻ റൈസിംഗ് ദ മോർണിംഗ്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മിക്ക ലക്ഷണങ്ങളും വർദ്ധിക്കുന്നു. ഇൻ ദ മോർണിംഗ് ആസ് ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ് ദ യൂറിൻ ഇസ് ലോവർ ടു പാസ്. രാവിലെ മൂത്രം ഒഴിക്കാൻ പ്രയാസമാണ്, ഇത് നേരത്തെ പറഞ്ഞ തന്നെ. ദാൻ ഹി ഹാസ് മൂവ്ഡ് അബൌട്ട് ആൻഡ് വാംഡ് അപ്പ് എ ലിറ്റിൽ. കുറച്ച് നടന്ന് ഒന്ന് വാംഡ് അപ്പ് ആയി കഴിഞ്ഞാൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യും. ഹിസ് ലിംസ് ആർ സ്റ്റിഫർ ഇൻ ദ മോർണിംഗ്. കയ്യാലുകൾ രാവിലെ സ്റ്റിഫാണ്. ആൻഡ് ഇൻ ദ മോർണിംഗ് ഹി ഹാസ് ടു വിപ്പ് അപ്പ് ഹിസ് മെന്റൽ സ്റ്റേറ്റ്. അയാളുടെ മെന്റൽ സ്റ്റേറ്റ് ഒന്ന് വിപ്പ് ചെയ്യണം. രാവിലെ നിൽക്കുമ്പോൾ ഒരു മൂഡ് ഔട്ട് എന്ന് പറയില്ല, അല്ലെങ്കിൽ മൂഡ് ഓഫ് എന്ന് പറയില്ലേ, രാവിലെ അതിനൊന്ന് വിപ്പപ്പ് ചെയ്യണം. ഒന്ന് നടന്ന് ഒരു ചായയെ കുടിച്ച് ഒരു കിക്ക് കിട്ടണം. ഹി വേക്സ് കൺഫ്യൂസ്ഡ് ആൻഡ് വണ്ടേഴ്സ് വേർ ഹീസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആളായ കൺഫ്യൂസ്ഡ് ആണ്, ആശയക്കുഴപ്പത്തിലാണ്, താൻ എവിടെയാണെന്ന് പോലും അയാൾക്ക് മനസ്സിലാകുന്ന ഒരുതരം ഡിസോറിയന്റേഷൻ. യു വിൽ സീ ദാറ്റ് ഇൻ ചിൽഡ്രൻ എസ്പെഷ്യലി. വിശേഷം കുട്ടികളിൽ ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ദേ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ഇൻ എ ബിവിൽഡേഡ് സ്റ്റേറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടികളാകെ ഭയാക്രാന്തരായി ഉണർന്നു. സച്ച് ആസ് യു വിൽ ഫൈൻഡ് ഇൻ അലൂമിനിയം കാണുന്ന പോലെ ഈസ്കുലസ് ലൈക്കോപോഡിയത്തിലൊക്കെ അങ്ങനെ കാണാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകെ ഒരു പരിഭ്രാന്തിയോട് എഴുന്നേൽക്കുന്നു കുട്ടികളും മുതിർന്നവരൊക്കെ. ഹി ഹാസ് ടു പുട്ട് ഹിസ് മൈൻഡ് ഓൺ തിങ്സ് ടു അസർട്ടൈൻ വെദർ ദേ ആർ സോ ഓർ നോട്ട്. ചില കാര്യങ്ങൾ വാസ്തവമാണോ, താൻ കാണുന്ന കാര്യങ്ങൾ വാസ്തവമാണെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒന്ന് തൊട്ട് തലോടിയൊക്കെ നോക്കണം. എന്നാൽ അയാൾക്കൊരു ഓറിയന്റേഷൻ കിട്ടുള്ളൂ. ആസ് ടു ഹൗ തിങ്സ് ഷുഡ് ലുക്ക് ആൻഡ് വണ്ടേഴ്സ് വെദർ ഹീസ് അറ്റ് ഹോം ഓർ ഇൻ സം അതർ പ്ലേസ്. താൻ തൻ്റെ ഭവനത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ എന്നൊക്കെ അയാൾക്കൊന്ന് ഉറപ്പാക്കണമെങ്കിൽ അയാൾ ഒന്നൊന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം. ഒരു മനസ്സിന് ഉണർവ് കിട്ടുന്നില്ല. അയാളുടെ നെർവസ് സിസ്റ്റം ഒരു ബിനംഡ് കണ്ടീഷനാണ്. എനിക്കറിയാവുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു ജില്ലാ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്, എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ സുഹൃത്തായിരുന്നു. മകൻ പോയിട്ട് പിടിച്ചുകൊണ്ട് വരണം. ഒരിക്കലും അയാൾ വിട്ടുപോയി, എവിടേക്ക് പോയി, കുറേ പ്രയാസപ്പെടാൻ കണ്ടെത്തിയത്. അപ്പോൾ ഇദ്ദേഹം ഒരു നാച്ചുറോപ്പതി ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു, യോഗയൊക്കെ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യോഗയൊക്കെ ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിന് ഞാൻ ബാബുചേട്ടടുത്ത് കൊണ്ടുപോയി, ബാബുചേട്ടൻ കേസെടുത്തു. അത് ഈ അലൂമിന കേസായിരുന്നു. ഒറ്റ ദിവസം അലൂമിന ആൾ സുഖപ്പെട്ടു പോയി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹോമിയോപ്പതി കേസ് ടേക്കിങ്ങിനെ കുറിച്ചും പ്രിസ്ക്രിപ്ഷനെ കുറിച്ചുമൊക്കെ ഉള്ള ധാരാളം ഉൾക്കാഴ്ചകളൊക്കെ തന്നു. നമുക്ക് ഇനിയും നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.